ഹലോ, ഇന്ന് വ്യത്യസ്ത രുചിയിലുള്ള ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും ഫിഷ് ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചില ദിവസങ്ങളിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 മീഡിയം സൈസിലുള്ള ശേരിമീനാണ് എടുത്തിട്ടുള്ളത്. ഈ മീൻ ഗ്രിൽ ചെയ്യാനും ഫ്രൈ ചെയ്യാനൊക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ടൈപ്പ് മീനും എടുക്കാം. ഏതിൽ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ 2 വശവും നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം വലിയ ജീരകം ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് തന്നെ ചെറിയുള്ളി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് ഉണ്ടെങ്കിൽ അതങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ചേർത്ത് അരക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിൻ്റെ അളവ് പറയുന്നില്ല, അത് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിനുള്ള നാരങ്ങാനീരാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല പുളി വേണം, എന്നാൽ ഈ ഫിഷ് ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. വരഞ്ഞു വെച്ച ഭാഗത്തും അതുപോലെ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേക്കും മസാലയൊക്കെ മീനിൽ നന്നായിട്ട് പിടിച്ചു വന്നോളും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യുന്നതാണ് ഇത് കൂടുതലും ടേസ്റ്റ് ഉള്ളത്. ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ബാക്കി ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ള മസാലയൊക്കെ മീനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മീനിൻ്റെ ഒരു വശമൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലും നന്നായിട്ട് മൊരിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഈ വശം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അതുപോലെ മൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ 2 വശവും നന്നായിട്ട് തന്നെ ഇത് മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അധികം മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്ത രുചിയിലുള്ള ഈ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് വരുന്നതാണ്. താങ്ക് യു.